വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതല ഏകോപനം ഉറപ്പാക്കുന്നതിനായി കോയമ്പത്തൂരിലെ സാലിം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയതായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പ്രശ്നക്കാരായ വന്യമൃഗങ്ങളെ പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ഇതിലേക്കായി 15.83 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും ഇതുപയോഗിച്ച് ജനങ്ങളെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വന്യജീവി അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെത്തിയ കേന്ദ്രമന്ത്രി വിവിധ അവലോകന യോഗങ്ങൾക്ക് ശേഷമാണ് തീരുമാനങ്ങൾ അറിയിച്ചത്. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്കിടയിൽ വന്യജീവി സംഘർഷങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആനത്താറുകൾ സംബന്ധിച്ച പഠനത്തിനുമായാണ് സാലിം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയത്. ജിയോ ടാക്കിംഗ് സംവിധാനങ്ങളോടെ ആനകളെ നിരീക്ഷിക്കുകയും ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മുൻകൂർ അറിയിപ്പ് ജനങ്ങൾക്ക് നൽകണം. നിലവിലെ നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ കേന്ദ്ര വിഹിതമാണ്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം മനുഷ്യജീവനും പ്രധാനമാണ്. പ്രശ്നക്കാരായ മൃഗങ്ങളെ പിടികൂടാനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. Central government giving a money, that's a scheme, is the central government scheme. State government raise a APO to us, we are giving a money to them. So we are whenever they raise a APO, we are giving a money to them. The 15.82 crore we are giving as per the APO raised by the central government in various component. Compensation is one of the component among them. അതേസമയം മന്ത്രിയുടെ വാദം തെറ്റെന്നും കേന്ദ്ര വിഹിതമായ 10 ലക്ഷം രൂപ ഇതുവരെ വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ടി സിദ്ദിഖ് MLA ആരോപിച്ചു. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ 10 ലക്ഷം രൂപ ഇതുവരെ ഒരാൾക്ക് പോലും നമ്മൾക്ക് വയനാട്ടിൽ ലഭ്യമായിട്ടില്ല. നൽകിയിരിക്കുന്ന തുക മുഴുവൻ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിന്റെ ഹെഡിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. മന്ത്രി ഇവിടെ പറഞ്ഞത് 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളതാണ്. ആ സെൻട്രൽ ഗവൺമെന്റ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്ടിംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി മറുപടി പറയണം, പ്രതികരിക്കണം. ബേലൂർ മക്കനയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ വനംവകുപ്പിനെ സഹായിക്കാൻ ട്രാക്കിംഗ് വിദഗ്ധനും ഷാർപ്പ് ഷൂട്ടറുമായ ഹൈദരാബാദ് സ്വദേശി നവാബ് അലിഖാൻ ചേർന്നു. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പ്രവർത്തകരും ദൗത്യസംഘത്തിനൊപ്പമുണ്ട്. അമൃത ന്യൂസ്, വയനാട്.